Hi viewers, I'm Jenji. Today I'm going to tell you about the compound adjectives. ശ്രീ വിജയൻ ആർ അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. വിജയൻ മാഷിന്റെ സംശയം പോവർട്ടി സ്ട്രിക്കൻ ഈ ലിസ്റ്റിൽ വരുന്ന പദങ്ങളെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ്. അപ്പം പോവർട്ടി സ്ട്രിക്കൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് ആണ്. ആ വിഭാഗത്തിൽ വരുന്ന അനേകം പദങ്ങൾ ഇംഗ്ലീഷിലുണ്ട്. അത് നമ്മുടെ നിത്യ സംഭാഷണത്തിൽ ഒരുപാട് ഉപകാരപ്രദമാണ്. അപ്പൊ എന്താണ് ഈ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്സ് എന്ന് ആദ്യം അറിയണം. ആഡ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ വേർഡ് വിച്ച് ഡിസ്ക്രൈബ്സ് എ നൗൺ. ഒരു നാമപദത്തെ വിശേഷിപ്പിക്കുന്ന പദത്തിനെയാണല്ലോ നമ്മൾ നാമവിശേഷണം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അതിൽ ആ ബ്യൂട്ടിഫുൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, നല്ല സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയാണ്. ആ സൗന്ദര്യമുള്ള സുന്ദരിയായ അതാണല്ലോ അവിടുത്തെ ആഡ്ജക്റ്റീവ്, നാമവിശേഷണം. പക്ഷെ അവിടെ ഒറ്റ പദമേ ഉള്ളൂ, ബ്യൂട്ടിഫുൾ. അതേസമയം ഒന്നിലധികം പദങ്ങൾ വരും ആഡ്ജക്റ്റീവായി. സോ എ കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ് ഈസ് ആൻ ആഡ്ജക്റ്റീവ് which contains two or more words joined by a hyphen. ഒരു ഹൈഫൻ അറിയാലോ, നമുക്ക് ഡാഷ് എന്നുള്ളത് പോലെ അതുപോലെ കുറച്ചുകൂടി ചെറുതായിട്ടൊരു രണ്ട് പദങ്ങൾക്കിടയിൽ ഒരു വര, അതാണ് ഹൈഫൻ. അതിനിടയ്ക്ക് സ്പേസ് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഡാഷ് ആണെങ്കിൽ സ്പേസ് ഉണ്ടാവും, ഹൈഫൻ ആണെങ്കിൽ സ്പേസ് ഉണ്ടാവില്ല. ഇതാണ് വ്യത്യാസം. അങ്ങനെ രണ്ടോ അതിലധികമോ ആഡ്ജക്റ്റീവ്സ് ചേർന്നതിനെയാണ് കോമ്പൗണ്ട് ആഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. അത് ഒരു നാമവും ആഡ്ജക്റ്റീവും വരാം, നാമവും പ്രസന്റ് പാർട്ടിസിപ്പിൾ വരാം, നാമവും പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരാം, തിരിച്ച് ആഡ്ജക്റ്റീവും നൗണും വരാം, ആഡ്ജക്റ്റീവും പ്രസന്റ് പാർട്ടിസിപ്പിൾ വരാം, പാസ്റ്റ്, ഇങ്ങനെ പല രൂപത്തിൽ അത് ഉണ്ടാക്കാം. അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വിശദീകരണം നോക്കാം, നമുക്ക് നിത്യജീവിതത്തിൽ വേണ്ടതായതുകൊണ്ട്. സോ ആദ്യം നൗൺ പ്ലസ് ആഡ്ജക്റ്റീവ്, ഈ വിഭാഗത്തിൽ വരുന്ന കുറച്ച് പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം വേൾഡ് ഫേമസ്. വേൾഡ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, ലോകം. ഫേമസ് പ്രശസ്തനായ, അപ്പൊ നൗണും ആഡ്ജക്റ്റീവും കൂടി ചേർന്ന് ലോക പ്രശസ്തനായ എന്നാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യേശുദാസ് ഈസ് എ വേൾഡ് ഫേമസ് സിംഗർ. അറിയാം, എല്ലാവർക്കും അറിയാം, ലോക പ്രശസ്തനായ ഒരു ഗായകനാണ് യേശുദാസ്. അതേ വിഭാഗത്തിൽ വരുന്നതാണ് ഷുഗർ ഫ്രീ മീൻസ് നോ ഷുഗർ അറ്റ് ഓൾ. പഞ്ചസാര, ദാറ്റ് മീൻസ് ഫ്രീ ഫ്രം ഷുഗർ ഇല്ലാത്ത. ഓർ ഫാറ്റ് ഫ്രീ, കൊഴുപ്പില്ലാത്ത, ഫ്രീ ഫ്രം ഫാറ്റ്. ഓർ ഐസ് കോൾഡ്, ഐസ് പോലെ തണുത്തുറച്ച. ഇതൊക്കെ വരുന്നത് നൗൺ പ്ലസ് ആഡ്ജക്റ്റീവ് ഫോമിലാണ്. ഇതൊക്കെ നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ നൗൺ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ മീൻസ് ING ഫോം ഓഫ് ദ വെർബ് ആണ്. അപ്പൊ അതിൽ വരുന്ന കുറച്ചെണ്ണം ഉണ്ട്. ഒന്നാണ് ബ്ലഡ് സക്കിങ് മീൻസ് ബ്ലഡ്, രക്തം. സക്കിങ് മീൻസ് ഊറ്റി കുടിക്കുന്ന. സോ ബ്ലഡ് സക്കിങ് മീൻസ് രക്തം ഊറ്റി കുടിക്കുന്ന എന്നാണ് അതിന്റെ അർത്ഥം. സോ വാമ്പയർ ഈസ് എ ബ്ലഡ് സക്കിങ് ഈവിൾ സ്പിരിറ്റ് ഓർ ഗോസ്റ്റ്. അതേ രക്തരക്ഷസ് എന്നാണ്. വാമ്പയർ മീൻസ് രക്തരക്ഷസ്. കലാനിലയത്തിന്റെ, കൃഷ്ണൻ നായരുടെ കലാനിലയം എന്ന നാടകത്തിന്റെ പേര് തന്നെ, ഒരു നാടകത്തിന്റെ പേര് തന്നെ രക്തരക്ഷസ് എന്നായിരുന്നു. അതിൽ ആ മനുഷ്യന്റെ രക്തം ഊറ്റി കുടിക്കുന്ന യക്ഷി, അതാണ് രക്തരക്ഷസ്, യക്ഷിയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രേതാത്മാക്കളെയാണ് വാമ്പയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. A vampire is a blood-sucking evil spirit എന്ന് പറയാം, ഗോസ്റ്റ് എന്ന് വിളിക്കാം, എല്ലാം ഒരേ അർത്ഥത്തിൽ വരില്ല, പ്രേതാത്മാക്കളെയാണ്. അതുപോലെ വേറൊരിതാണ് തോട്ട് പ്രൊവോക്കിംഗ് മീൻസ് ചിന്തകളെ ഉദ്ദീപിക്കുന്നതാണ്. സോ ഇറ്റ് വാസ് റിയലി എ തോട്ട് പ്രൊവോക്കിംഗ് സ്പീച്ച്. അപ്പോൾ ഒരാൾ പ്രസംഗിക്കുകയാണ്, ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാണ്. ആൾക്കാരുടെ ചിന്തകളെ ഉദ്ദീപിക്കുന്നത്, കൂടുതലായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അതാണ് തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് റിയലി എ തോട്ട് പ്രൊവോക്കിംഗ് സ്പീച്ച്. അതുപോലെയാണ് മൗത്ത് വാട്ടറിങ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നത്, അതാണ് മൗത്ത് വാട്ടറിങ്, വായിൽ വെള്ളം ഊറുന്നതാണ്. അതുപോലെ തന്നെയാണ് ടൈം സേവിങ് മീൻസ് സമയം ലാഭിക്കാവുന്നതാണ്. സമയം ലാഭിക്കാവുന്ന ചില പ്രവൃത്തികളെ കുറിച്ച് പറയും. അതുപോലെ റെക്കോർഡ് ഭേദിക്കുന്ന, നേരത്തെ ഉണ്ടായിരുന്ന റെക്കോർഡിനെ തകർക്കുന്ന, അതാണ് റെക്കോർഡ് ബ്രേക്കിംഗ്. ഇതൊക്കെ ഈ നൗൺ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി നൗൺ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് നമുക്കറിയാം, ഫിഫ്ത്ത് ഫോമിനെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം, ഫിഫ്ത്ത് ഫോം ഓഫ് ദ വെർബ്. അങ്ങനെയും കുറച്ചെണ്ണം ഉണ്ട്. അതിൽ പറഞ്ഞതാണ് നേരത്തെ പോവർട്ടി സ്ട്രിക്കൻ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് എന്നതിന്റെ ഫിഫ്ത്ത് ഫോമാണ് സ്ട്രിക്കൻ എന്ന് പറയുന്നത്. സ്ട്രിക്കൻ മീൻസ് എക്സ്ട്രീംലി ഓർ സീരിയസ്ലി അഫക്റ്റഡ് എന്നാണ് പറയാം. അതിനെയാണ് സ്ട്രിക്കൻ എന്ന് പറയാം. അപ്പം കടുത്ത ദാരിദ്ര്യം ബാധിച്ച എന്നാണ് അതിന്റെ അർത്ഥം. പോവർട്ടി സ്ട്രിക്കൻ, ദാരിദ്ര്യം ബാധിച്ച, കടുത്ത ദാരിദ്ര്യം ബാധിച്ച. സോ ദർ ആർ എ ലോട്ട് ഓഫ് പോവർട്ടി സ്ട്രിക്കൻ പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവൻ ദാരിദ്ര്യം ബാധിച്ച ധാരാളം ജനങ്ങളുണ്ട്. അത് പോവർട്ടി
സ്ട്രിക്കൻ. ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് മിഡിൽ ഏജ്ഡ്. മിഡിൽ ഏജ്ഡ് മീൻസ് മധ്യവയസ്കനായ. മിഡിൽ ഏജ്ഡ് ബിറ്റ്വീൻ 40 and 50, 40 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ളവരെയാണല്ലോ നമ്മൾ മിഡിൽ ഏജ്ഡ് എന്ന് പറയുന്നത്. സോ ദ ന്യൂ മാനേജർ ഈസ് എ മിഡിൽ ഏജ്ഡ് മാൻ. ആ പുതിയ മാനേജർ ഒരു മധ്യവയസ്കനാണ് എന്നാണ് അർത്ഥം. അതുപോലെ അതിൽ സൺ ഡ്രൈഡ്, സൺ ബേക്ഡ് ഈ പദങ്ങൾ ഉപയോഗിക്കുക. അതായത് വെയിലത്തിട്ട് ഉണക്കിയ, വെയിലത്തിട്ട് ബേക്ക് ചെയ്ത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വി യൂസ് സം സൺ ഡ്രൈഡ് വെജിറ്റബിൾസ് ഓർ സൺ ഡ്രൈഡ് ഫ്രൂട്ട് ഓർ സൺ ഡ്രൈഡ് സ്പൈസസ്. വെയിലത്തിട്ട് ഉണക്കിയ പഴങ്ങൾ ഉപയോഗിക്കാറുണ്ട്, പച്ചക്കറികൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ 3 എണ്ണം പഠിച്ചു. നൗൺ പ്ലസ് ആഡ്ജക്റ്റീവ്, നൗൺ പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, നൗൺ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. ആഡ്ജക്റ്റീവ് പ്ലസ് നൗൺ എന്ന് പറഞ്ഞാൽ ആദ്യം ആഡ്ജക്റ്റീവ് വരും, പിന്നെ അതിന്റെ നൗൺ. അതിൽ വരുന്നതാണ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ലോങ് ടേം മീൻസ് ദീർഘകാലമായിട്ടുള്ള, ദീർഘകാലത്തേക്കുള്ളതാണ്. ഷോർട്ട് ടേം മീൻസ് ഹ്രസ്വകാലത്തെ, കുറഞ്ഞ കാലത്തേക്കുള്ളതാണ്. സോ സ്റ്റുഡൻസ് ഷുഡ് ഹാവ് ലോങ് ടേം എയിംസ് ആസ് വെൽ ആസ് ഷോർട്ട് ടേം എയിംസ്. അപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് പരീക്ഷ എഴുതുക, പരീക്ഷ പാസ്സാവുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങളുണ്ട്. അവർ ഷോർട്ട് ടേം ആണ്. എന്നാൽ അവർ ദീർഘവീക്ഷണം വേണം, ദീർഘകാലത്തേക്കുള്ള ഒരു ലക്ഷ്യം വെക്കണം. ദാറ്റ് മീൻസ് ലൈഫിൽ എന്തായി തീരണം എന്നുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടി വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഹൈ ക്വാളിറ്റി, ഉന്നത നിലവാരം പുലർത്തുന്ന, അതും ഈ വിഭാഗത്തിൽ വരുന്നതാണ്. ക്വാളിറ്റി. സോ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഈ സ്ഥാപനം ഉന്നത നിലവാരത്തിലുള്ള, ഏറ്റവും ഹൈ ക്വാളിറ്റി, ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകി വരുന്നത്, പ്രദാനം ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ. അതുപോലെ ആഡ്ജക്റ്റീവ് പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ വരും. അതിൽപ്പെട്ടതാണ് ഗുഡ് ലുക്കിംഗ്, കാണാൻ അഴകുള്ള, ഗുഡ് ലുക്കിംഗ്. അതാണ്. ഫോർ എക്സാമ്പിൾ, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുക. ഷീ ഈസ് എ ഗുഡ് ലുക്കിംഗ് ഗേൾ. ഷീ ഈസ് എ ഗുഡ് ലുക്കിംഗ് ഗേൾ. അവളൊരു സുന്ദരിയായ പെൺ. എ ബ്യൂട്ടിഫുൾ എന്നാണ്. ഗുഡ് ലുക്കിംഗ് മീൻസ് ബ്യൂട്ടിഫുൾ, സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അതിൽ വരുന്നതാണ് ലോങ് ലാസ്റ്റിംഗ്. ലോങ് ലാസ്റ്റിംഗ് മീൻസ് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണ്. അവേഴ്സ് ഈസ് എ ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് നീണ്ട കാലം നിലനിൽക്കുന്നതാണ്. എത്രയോ കാലമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നാണ്. അതുപോലെ ഫാർ റീച്ചിങ് എന്ന് പറഞ്ഞാൽ ദൂരവ്യാപകമായ, ഇതൊക്കെ നമുക്ക് വാക്യത്തിൽ പ്രയോഗിക്കാവുന്നതാണ്. അതുപോലെ സ്ലോ മൂവിങ്, ട്രാഫിക്കിനെ കുറിച്ചൊക്കെ പറയും. സ്ലോ മൂവിങ് ട്രാഫിക്, പതുക്കെ പോകുന്ന ട്രാഫിക്. അപ്പൊ ഇതൊക്കെ ഈ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി ആഡ്ജക്റ്റീവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. അപ്പൊ അതിൽ വരുന്ന adjective plus past. നാരോ മൈൻഡഡ് ആൻഡ് ബ്രോഡ് മൈൻഡഡ്. നാരോ മൈൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുങ്ങിയ ചിന്താഗതിയാണ്. ബ്രോഡ് മൈൻഡഡ് മീൻസ് വിശാല മനസ്സുള്ളവരാണ്. രണ്ടും പരസ്പര വിരുദ്ധങ്ങളാണ്. നാരോ മൈൻഡഡ് പീപ്പിൾ ആർ റിഗ്രസീവ്, ബട്ട് ബ്രോഡ് മൈൻഡഡ് പീപ്പിൾ ആർ പ്രോഗ്രസീവ്. അപ്പൊ റിഗ്രസീവും പ്രോഗ്രസീവുമാണ്. പ്രോഗ്രസീവ് മീൻസ് പുരോഗമന, വിശാല മനസ്കരായ ആൾക്കാരെ സംബന്ധിച്ച് അവർ പുരോഗമന ചിന്താഗതിക്കാരായിരിക്കും. നാരോ മൈൻഡഡ് പീപ്പിൾ ആർ റിഗ്രസീവ്. റിഗ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്തിരിപ്പന്മാരായിരിക്കും, പുരോഗതിക്ക് എതിരെ നിൽക്കുന്നവരാണ്. ഇനി ഇതേ വിഭാഗത്തിൽ വരുന്നതാണ് ഓൾഡ് ഫാഷൻഡ്. അതായത് ഓൾഡ് ഫാഷൻ മീൻസ് നോട്ട് മോഡേൺ, പഴഞ്ചനായ എന്നാണ്. അതുപോലെ ആബ്സെന്റ് മൈൻഡഡ്. നമ്മൾ ചില വിദ്യാർത്ഥികളെ കുറിച്ചും ഹീസ് ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധയില്ലാത്ത എന്നാണ് ആബ്സെന്റ് മൈൻഡഡ്. കൈൻഡ് ഹേർട്ടഡ്, നല്ല ഹൃദയാലുക്കളായ, കൈൻഡ് ദയാലുക്കളായ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇതൊക്കെ ഈ വിഭാഗത്തിൽ വരുന്നതാണ്. ഇനി അതുപോലെ വരുന്നതാണ് ആഡ്വേർബ് പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ആഡ്വേർബ് പ്ലസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ആഡ്വേർബും ING ഫോം. നെവർ എൻഡിങ്, ഒരിക്കലും അവസാനിക്കാത്ത എന്നാണ്. നെവർ എൻഡിങ്. Life is a never-ending search for happiness. Life is a never-ending search for happiness. ആനന്ദം തേടിയുള്ള ഒരു യാത്ര, അതാണ് ജീവിതം എന്ന് പറയും. ലൈഫ് ഈസ് എ നെവർ എൻഡിങ്, ഒരിക്കലും അവസാനിക്കാത്ത ഒരു അന്വേഷണമാണ്. എന്തിനുള്ള അന്വേഷണമാണ്? ജീവിതത്തിൽ സന്തോഷം തേടിയുള്ള അവസാനിക്കാത്ത അന്വേഷണമാണ് ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ ആഡ്വേർബ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരും. ആഡ്വേർബും അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിളും. അതിൽ വരുന്നതാണ് വെൽ എഡ്യൂക്കേറ്റഡ്, നല്ല വിദ്യാഭ്യാസമുള്ള. അതുപോലെ തന്നെ നമ്മൾ ഡെൻസിലി പോപ്പുലേറ്റഡ്,
ഡെൻസിലി പോപ്പുലേറ്റഡ് മീൻസ് നന്നായിട്ട്, അതായത് ജനസാന്ദ്രതയുള്ള എന്നാണ് അതിന്റെ മലയാളം. ധാരാളം ജനങ്ങൾ ഒന്നിച്ചു വസിക്കുന്ന, അതാണ് ഡെൻസിലി പോപ്പുലേറ്റഡ്. അതുപോലെ വെൽ നോൺ, ഫേമസ് എന്നുള്ള അർത്ഥമാണ്, നന്നായി അറിയപ്പെടുന്ന. വെൽ പ്ലാൻഡ്, ശരിക്കും ആലോചിച്ച് ചിന്തിച്ച് പദ്ധതിയിട്ട. വെൽ പെയ്ഡ്, നല്ല ശമ്പളം കൊടുക്കുന്ന. ഹൈലി റെസ്പെക്റ്റഡ്, നല്ല ബഹുമാനം കൊടുക്കുന്ന. വൈഡ്ലി റെക്കഗ്നൈസ്, വ്യാപകമായി എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട. ഇതൊക്കെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. ഷീ ഹാസ് എ വെൽ പെയ്ഡ് ജോബ്, അവൾക്ക് നല്ല ശമ്പളം ലഭിക്കുന്ന ഒരു തൊഴിലുണ്ടെന്നാണ്. ഷീ ഹാസ് എ വെൽ പെയ്ഡ് ജോബ്. അതുപോലെ കേരള ഈസ് എ ഡെൻസിലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്. കേരളം എന്ന് പറയുന്നത് ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. കൂടുതൽ ജനങ്ങൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ജനങ്ങൾ, അപ്പം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. ഇനി നമ്പർ പ്ലസ് സിംഗുലർ നൗൺ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്പർ പ്ലസ് സിംഗുലർ നൗൺ ആണ്. അവിടെ ഒരിക്കലും പ്ലൂരൽ നൗൺ ഉപയോഗിക്കരുത്. ഇപ്പം ഒരാൾ പറയാണ് ഐ ആം 5 years old എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഐ ആം 5 years old, എനിക്ക് 5 വയസ്സ് ഉണ്ടെന്നാണ്. അതേ സമയത്ത് ഇറ്റ്സ് എ 5 year പ്രോഗ്രാം. 5 years പ്രോഗ്രാം എന്ന് പറയില്ല, കാരണം 5 കഴിഞ്ഞ് ഇയർ എന്നുള്ള ആഡ്ജക്റ്റീവാണ് അവിടെ വരുന്നത്. അപ്പം 5 year പ്രോഗ്രാം, 5 വർഷത്തേക്കുള്ള പദ്ധതി എന്നാണ്. അവിടെ ഒരിക്കലും ഇയേഴ്സ് വരരുത്. 1-2 എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ലെറ്റ്സ് ടേക്ക് എ 5 minute break. ലെറ്റ്സ് ടേക്ക് എ 5 minute break. നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു ഇടവേള ഒരു വിശ്രമ സമയം എടുക്കാമെന്നാണ്. Then you see we have a 2-hour journey. നമുക്ക് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണുള്ളത്. അതേസമയം we have 2 hours എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മണിക്കൂറുകൾ ഉണ്ടെന്നാണ്. പക്ഷേ ആ 2 hour എന്നുള്ളത് ഒരു ആഡ്ജക്റ്റീവ് ഫോമിൽ വരുമ്പോൾ അത് കഴിഞ്ഞ് ജേണി വന്നു, യാത്ര. അപ്പൊ അവിടെ 2-hour ജേണി എന്ന് പറയും, 2 hours ജേണി എന്ന് പറയില്ല. അതുപോലെ ഐ ഹാവ് എ 4-year-old girl. അതായത് എനിക്ക് 4 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടെന്നാണ്, ഒരു പെൺകുട്ടി ഉണ്ടെന്നാണ്. അവിടെ 4 years old എന്ന് പറയില്ല. അതേസമയം എൻ്റെ പ്രായം ഞാൻ പറയുമ്പോൾ ഐ ആം 15 years old, 13 years old എന്നൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അവിടെ ഇയേഴ്സ് വേണം. ഇവിടെ ആഡ്ജക്റ്റീവായിട്ട് വരുമ്പം സിംഗുലർ നൗണെ ഉപയോഗിക്കാം. അപ്പം ഏകദേശം ഇപ്പം വിജയൻ മാഷിൻ്റെ സംശയങ്ങൾ ഏകദേശം തീർന്നിരിക്കുന്നു വിചാരിക്കുന്നു. അത് മറ്റ് പലർക്കും അത് ഉപകാരപ്രദമാണെന്ന് ഐ ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു ഓൾസോ. സോ താങ്ക് യു very much for watching this video. Goodbye till we meet again.